ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ജൂലൈ 7 ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നു. കർക്കിടക രാശിയിലേക്ക് ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകാവുന്ന ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ. മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എങ്ങനെയാകും എന്നുള്ളതാണ്. ഇപ്പോൾ ജൂലൈ 7 ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത്. കർക്കിടക രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ സുഖസ്ഥാനമാണ്. അപ്പോൾ ആ സുഖസ്ഥാനത്തേക്കാണ് സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഭൗതിക സുഖത്തിൻ്റെയും ഗ്രഹമായ ശുക്രൻ ജൂലൈ 7 രാശി മാറുന്നത്. കർക്കിടക രാശിയുടെ അധിപനെന്ന് പറയുന്നത് ചന്ദ്രനാണ്. ആ കർക്കിടക രാശി എന്ന് പറയുന്നത് ജലതത്വത്തിൻ്റെ രാശിയാണ്. അത് മാത്രമല്ല, അത് രാശ്യാധിപനായിട്ടുള്ള ചന്ദ്രനും ജലതത്വത്തിൻ്റെ ഗ്രഹമാണ്. അതുപോലെ ശുക്രനും ഈ ശരീരത്തിലെ ജലതത്വത്തെ, അതായത് ശരീരത്തിലെ സെമൻ അല്ലെങ്കിൽ ആ ഫെർട്ടിലിറ്റി ഫ്ലൂയിഡ്, ഇവയെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ ശുക്രൻ കർക്കിടക രാശിയിൽ വരുമ്പോൾ പൊതുവെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള മാനസികാവസ്ഥയുണ്ടാകും. ചന്ദ്രൻ മാതൃകാരകനാണ്. അപ്പോൾ ചന്ദ്രനെ പോലെയുള്ള ഒരു മദർലി ലവ്, അറ്റാച്ച്മെൻറ്റ്, കണക്ഷൻസ്, ഇവയൊക്കെ ശുക്രൻ്റെ കർക്കിടക രാശിയിലെ രാശിസ്ഥിതി കൊണ്ട് ഉണ്ടാകും. അപ്പോൾ കുടുംബത്തിൽ സുഖം, സന്തോഷം ഒക്കെ ഉണ്ടാകാവുന്ന ഒരു സ്ഥിതിയാണ് പൊതുവെ കാണുന്നത്. ഓരോ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ജാതകത്തിൽ ശുക്രനും ചന്ദ്രനും, ആ രണ്ട് ഗ്രഹങ്ങളുടെയും ഭാവാധിപത്യം, അവരുടെ സ്ഥിതി, ഇവയൊക്കെ വ്യത്യാസപ്പെടുന്നതിന് അനുസരിച്ച് ഈ അനുഭവങ്ങളിൽ, ഫല അനുഭവങ്ങളിൽ വ്യത്യാസം വരാനും സാധ്യതയുണ്ട്. ആദ്യമായിട്ട് നമുക്ക് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ടുണ്ടാകുന്ന ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. മേടക്കൂറുകാരെന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് 2ഉം 7ഉം ഭാവാധിപനാണ്. ആ ശുക്രൻ ജൂലൈ 7 4ാം ഭവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂലൈ 30 വരെ ആ ശുക്രൻ 4ാം ഭവരാശിയിൽ ഉണ്ടാകും. 4ാം ഭവരാശിയിൽ ഇപ്പോൾ ബുധൻ, 3ഉം 6ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജൂലൈ 18 വരെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ ജൂലൈ 11 വരെ കുജനും, അതായത് ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള കുജനും ആ 4ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പം ശുക്രൻ്റെ 4ലെ സ്ഥിതി എന്ന് പറയുമ്പോൾ പൊതുവെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സഹായകമാണ്. കുടുംബത്തിലെ സന്തോഷം, അതുപോലെ സമാധാനം, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവയൊക്കെ പറഞ്ഞു തീർക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ 4ാം ഭാവരാശിയിലാണ് ശുക്രൻ വരുന്നു എന്നുള്ളതുകൊണ്ട് വീട്, വാഹനം, ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. എങ്കിലും ജൂലൈ 18 വരെ നമ്മൾ ഇടപാടുകളെല്ലാം ഒരു കെയർ വേണം. കാരണം 6ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ 4ലുണ്ട്. അപ്പോൾ ജൂലൈ 18 വരെ റിലേഷൻഷിപ്പിലും, കാരണം ശത്രുസ്ഥാനാധിപനും കൂടിയാണ് ആ ബുധൻ ആ 4ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ, റിലേഷൻഷിപ്പിലും കെയർ വേണം. പൊതുവെ ഒരു സുഖ അനുഭവമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയും, അതിലൊക്കെ ആശ്വാസം ഉണ്ടാകും. എങ്കിലും ജൂലൈ 18 വരെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് രോഗസ്ഥാനാധിപനായിട്ടുള്ള ബുധനും ആ 4ാം ഭവരാശിയിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൊതുവെ അസൂയ, കുശുമ്പ്, ഇവയൊക്കെ ഒഴിവാക്കാൻ ഈ സമയത്ത് ശ്രദ്ധ വേണം. തൊഴിലിലൊക്കെ സുഖമുണ്ടാകുന്ന സമയമാണ്. തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നിലവിലുണ്ടെങ്കിൽ
അവയൊക്കെ പരിഹരിക്കാനും ആ സാധ്യതയുണ്ട്. കാരണം ശുക്രൻ ആ കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്, ബുധനും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ 10 ഗുരുവും ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. പൊതുവെ കർമ്മഭാഗ്യമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കാരണം ഭാഗ്യഭാവാധീനമായിട്ടുള്ള ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ആ കർമ്മസ്ഥാനത്തുണ്ട്. അതുപോലെ ഈ ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ തൊഴിൽ സുഖം കൂടുന്ന സമയമാണ്. കലാകാരന്മാർക്ക്, അതുപോലെ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, അവർക്കൊക്കെ, അതുപോലെ മറ്റ് ബിസിനസ്സുകാർ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ, ഇവർക്കൊക്കെ തന്നെ ശുക്രൻ്റെ രാശിമാറ്റം വളരെ ഗുണം ചെയ്യും. അപ്പോൾ കുടുംബ സ്വത്തിൽ തർക്കങ്ങൾ ഒക്കെ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ മാറുന്നതിനും സാധ്യതയുണ്ട് 18 കഴിയുമ്പോൾ. പൊതുവെ ഈ കൂറുകാർക്ക് അവരുടെ പ്രവർത്തനത്തിൽ, അതായത് ഒരു കുടുംബത്തിൻ്റെയൊക്കെ ഒരു പിന്തുണ ഈ സമയത്ത് കിട്ടും, അവരുടെയൊക്കെ സഹായമൊക്കെ ഉണ്ടാകും. അതുപോലെ കുടുംബത്തിൽ മംഗള കാര്യങ്ങൾ, അതുപോലെ മംഗളകർമ്മങ്ങളിലൊക്കെ മറ്റു പാർട്ടികളിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ ഉള്ളൊരു സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട്. പൊതുവെ പേഴ്സണൽ തലത്തിലും പ്രൊഫഷണൽ തലത്തിലും റിലേഷൻഷിപ്പൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. പ്രൊഫഷണൽ ഗ്രോത്തിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ ഫാമിലി, ഫ്രണ്ട്സ്, ഇവരുമായിട്ടൊക്കെ ചേർന്ന് ചിലപ്പോൾ ഈ സമയത്ത് യാത്രകൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. ഗുരുവും ഇപ്പോൾ ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് പൊതുവെ കുടുംബത്തിൽ കമ്മിറ്റ്മെൻ്റൊക്കെ കൂടാനും സാധ്യതയുണ്ട്. കുടുംബകാര്യങ്ങളിലും തൊഴിലിലുമൊക്കെ ശ്രദ്ധ കൂടും. അതുപോലെ വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ഈ സമയത്ത് നടത്തുന്നതിനും സാധ്യത കാണുന്നു. ഇനി നമ്മൾക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും, അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, രോഹിണി, മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് ഈ ശുക്രൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് സ്വാധീനം ഉണ്ടാക്കും നോക്കാം. ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ജന്മ ലഗ്നരാശാധിപനായിട്ടുള്ള ശുക്രൻ, അതുപോലെ 6ാം ഭാവാധിപനും കൂടിയാണ് ആ ശുക്രൻ. ആ ശുക്രൻ പ്രത്യേകിച്ച് ജൂലൈ 7-ന് 3ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂലൈ 30 വരെ ആ 3ാം ഭാവരാശിയിൽ ശുക്രനുണ്ട്. 3ാം ഭാവരാശിയിൽ ബുധൻ നിൽക്കുന്നുണ്ട്, അതായത് 2ഉം 5ഉം ഭാവാധിപനായിട്ടുള്ള ബുധനുണ്ട്. അതുപോലെ ജൂലൈ 11 വരെ, ആ ബുധൻ 18 വരെയാണ്, ജൂലൈ 18 വരെ ആ 3ാം ഭാവരാശിയിലുണ്ട്. അതുപോലെ ജൂലൈ 11 വരെ ആ 3ാം ഭാവരാശിയിൽ കുജൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമാണ്. അപ്പോൾ പൊതുവെ കമ്മ്യൂണിക്കേഷൻ തലത്തിലൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന സമയമാണ്. സെൽഫ് എംപ്ലോയ്മെൻറ്റിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാം. സോഷ്യൽ മീഡിയ, അതുപോലെ ഈ പ്രഭാഷണം, അതുപോലെ പബ്ലിഷിംഗ്, ഇത്തരം മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. അതുപോലെ ഈ മെഡിക്കൽ ഫീൽഡ്, അതുപോലെ മറ്റു സേവന മേഖലകളിലൊക്കെ തന്നെ ശോഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത്. ശുക്രന് 6ാം ഭാവാധിപത്യം കൂടെ ഉള്ളതിനാൽ ചിലപ്പോൾ ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ അയൽപക്കക്കാരിൽ നിന്നൊക്കെ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരിൽ നിന്നൊക്കെ ചെറിയ വെല്ലുവിളികൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അപ്പോൾ അവയൊക്കെ തന്നെ നമ്മൾ അമിക്കബിളായിട്ട് റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഈ പൊതുവെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, ഇവരുമായിട്ട് നല്ല ബന്ധമൊക്കെ നിലനിർത്താൻ ആകുന്ന സമയമാണ്. ക്രിയേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ ഈ ഭാഷാ പഠനം നടത്തുന്നവർക്ക്, കരകൗശല വർക്ക് ചെയ്യുന്നവർക്ക്, ഇവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പോൾ ഏത് കാര്യത്തിലും നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ കഴിവതും പ്രകോപനത്തിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്നതിനും അവ സാധിക്കുന്നതിനും ഉള്ള ധൈര്യം, ഊർജ്ജസ്വലതയൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നു. അതുപോലെ പഠനത്തിലും വർക്കിലുമൊക്കെ ഊർജ്ജസ്വലത ഉണ്ടാകും. പരീക്ഷകളിലും ഒക്കെ തന്നെ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ തന്നെ ശോഭിക്കാൻ സാധ്യതയുണ്ട്. ശരീരക്ഷമത വീണ്ടെടുക്കുന്നതിനും, അതുപോലെ ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അതുപോലെ യോഗ ഇത്യാദി മാർഗങ്ങളൊക്കെ അവലംബിക്കുന്നവർക്കൊക്കെ തന്നെ അനുകൂല സമയമാണ്. ചിലർക്ക്
ഈ സുഹൃത്തുക്കൾ ചിലർക്ക് ഈ സ്ത്രീ സുഹൃത്തുക്കൾ അവർക്ക് ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതുപോലെ സുഹൃത്തുക്കളുമായി ചിലപ്പോൾ ഹ്രസ്വയാത്രകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. ചിലർക്ക് കഴുത്തിലോ അല്ലെങ്കിൽ ഈ ഷോൾഡർ ഏരിയയിലോ ഒക്കെ ഒരു ഡിസ്കംഫർട്ട് അനുഭവപ്പെടുന്നതിനും സാധ്യതയുണ്ട്. ഇപ്പം ഗുരുവൊക്കെ അഷ്ടമ ഭാവാധിപനായി ജന്മരാശിയിൽ സ്ഥിതി വരുന്നത് കൊണ്ട് ധനം ചെലവ് ചെയ്യുന്നതിലൊക്കെ ഒരു കെയർ വേണം. അതുപോലെ ഗുരു 11ാം ഭാവാധിപനും കൂടെ ആയതുകൊണ്ട് ധനാഗമമൊക്കെ ഉണ്ടാകും. അപ്പോൾ ആരോഗ്യത്തിലും ശരീരക്ഷമതയ്ക്കുമൊക്കെ ഊന്നൽ കൊടുക്കുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക. ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം ഇവകളിലൊക്കെ മികവ് പുലർത്തുന്നതിന് സാധിക്കുന്ന സമയമാണ്. ഇനി നമുക്ക് മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും, അതായത് മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, അതുപോലെ പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക്, ഇപ്പോൾ അവർക്ക് ഈ 5ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 2ാം ഭാവരാശിയിലേക്കാണ് ജൂലൈ 7-ന് രാശി മാറുന്നത്. അപ്പോൾ ജൂലൈ 30 വരെ ആ ശുക്രൻ 2ാം ഭാവരാശിയിൽ ഉണ്ടാകും. അതുപോലെ ഈ 2ാം ഭാവരാശിയിൽ ജൂലൈ 18 വരെ ജന്മരാശ്യാധിപനായിട്ടുള്ള ബുധന് സ്ഥിതിയുണ്ട്. അതുപോലെ 2ാം ഭാവരാശിയിൽ ജൂലൈ 11 വരെ കുജൻ്റെ ദൃഷ്ടിയും ഉള്ള സമയമാണ്. അപ്പോൾ ശുക്രനാണെങ്കിൽ 5ഉം 12ഉം ഭാവാധിപനാണ്. അപ്പോൾ ഈ 5ഉം 12ഉം ഭാവാധിപൻ, അപ്പോൾ 12ാം ഭാവാധിപൻ കുടുംബസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ ഈ കുടുംബ കാര്യത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും റിലേഷൻഷിപ്പിലുമൊക്കെ ഒരു കെയർ വേണം. അപ്പോൾ ഈ കുടുംബ അംഗങ്ങൾക്ക് അതുപോലെ ജീവിത പങ്കാളിക്ക് വേണ്ടിയൊക്കെ ചിലപ്പോൾ ഷോപ്പിംഗ് നടത്തുന്നതിനോ അതുപോലെ വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഈ സമയത്ത് പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ സാധ്യത കാണുന്നു. അതുപോലെ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വീട്ടിൽ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഈ സമയത്ത് അതിനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് പൊതുവേ. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ കുടുംബത്തിൽ കമ്മിറ്റ്മെൻ്റൊക്കെ കൂടുന്ന സമയമാണ്. കാരണം ശുക്രൻ 2-ലാണ്, ജന്മരാശ്യാധിപനും 2-ലാണ്. അപ്പോൾ കുടുംബത്തിലൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് കൂടുന്ന സമയമാണ്. അതുകൊണ്ട് കുടുംബത്തിൽ കമ്മിറ്റ്മെൻറ്റ് കൂടുമ്പോൾ കുടുംബ ചെലവ് കൂടാനിടയുണ്ട്. അപ്പോൾ സാമ്പത്തിക സുരക്ഷിതത്വത്തിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകണം. ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ അവരുടെ ചിലവൊക്കെ അമിതമായിട്ടുള്ള ചിലവൊക്കെ വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആ ചിലവൊക്കെ കൺവേർട്ട് ചെയ്ത് അത് സമ്പാദ്യമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകും. ഇപ്പോൾ ചിലർ ഇപ്പോൾ ഇൻഷുറൻസിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ അതുപോലെ ഫിക്സഡ് ഡിപ്പോസിറ്റിലോ ഒക്കെ പണം നിക്ഷേപിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ പണനിക്ഷേപം നടത്തുന്നവർക്ക് ഈ ചെലവ് കൺവേർട്ട് ചെയ്ത് അതൊരു സമ്പാദ്യമാക്കി മാറ്റാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ ഈ വായ്പാ പണമൊക്കെ തിരിച്ചടയ്ക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ, കുടുംബാംഗങ്ങളുമായിട്ട് ഒത്തുചേരുന്നതിനുള്ള ഒരു അവസരമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. പാർട്ടികളിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ദൂരയാത്രകൾക്കും ഈ സമയം വിനിയോഗിച്ചു എന്ന് വരാം. ഇപ്പം നല്ല ഭക്ഷണം ഒക്കെ ലഭിക്കുന്ന സമയമാണ്. എങ്കിലും ചിലർക്ക് കൃത്യസമയത്ത് അവ കഴിക്കാനാകാത്ത സാഹചര്യവും കാണുന്നുണ്ട്. ഇപ്പം കടബാധ്യത കൂടാതിരിക്കാനൊക്കെ ഈ കുറുകാർ ശ്രദ്ധിക്കണം. അതുപോലെ അനാവശ്യ ചെലവ് കഴിവതും ഈ സമയത്ത് കുറയ്ക്കുക. ആരോഗ്യത്തിലൊക്കെ ഒരു കെയർ വേണം. ചിലർക്ക് ഈ ദന്തസംബന്ധമായിട്ടോ അല്ലെങ്കിൽ നയന സംബന്ധമായിട്ടോ ഉള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് അത് 16 മുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം 16-നൊക്കെ സൂര്യനൊക്കെ 2ാം ഭാവരാശിയിലേക്ക് വരികയാണ്. അപ്പോൾ അതുപോലെ ഈ സമയത്ത് കഴിവതും ഈ കുറുകാർ അന്നദാനം, അതുപോലെ ഡൊണേഷൻ ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് അവർക്ക് വളരെ ഗുണം ചെയ്യും. ഇനി കർക്കിടക കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഈ ശുക്രൻ്റെ ആ കർക്കിടക രാശിയിലേക്കുള്ള രാശി മാറ്റം കൊണ്ട് എന്ത് ഇഫക്റ്റ് ഉണ്ടാകും നോക്കാം. കർക്കിടക കുറുകാർ എന്ന് പറയുമ്പോൾ പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അതുപോലെ പൂയം, ആയില്യം നക്ഷത്രക്കാരെയാണ്. ഇപ്പോൾ ഈ കർക്കിടക കുറുകാർക്ക് ശുക്രൻ എന്ന് പറയുന്നത് 4ാം ഭാവാധിപനും 11ാം ഭാവാധിപനുമാണ്. 4ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജന്മരാശിയിലേക്ക്, ലഗ്നരാശിയിലേക്കാണ്
രാശി മാറുന്നത് ജൂലൈ 7-ന്. ജൂലൈ 30 വരെ ജന്മരാശിയിൽ ശുക്രൻ ഉണ്ടാകും. അതുപോലെ ജന്മരാശിയിൽ ഇപ്പോൾ ബുധൻ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ബുധനാണെങ്കിൽ 3ഉം 12ഉം ഭാവാധിപനും കൂടിയാണ്. അതുപോലെ ജൂലൈ 11 വരെ ആ ജന്മരാശിയിൽ കുജൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയവുമാണ്. അപ്പോൾ ഈ 11ാം ഭാവാധിപൻ ജന്മരാശിയിൽ വരിക എന്ന് പറയുമ്പോൾ ധനാഗമമൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും. സുഹൃത്തുക്കളും ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുന്നതിനും അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ഈ മാതൃസ്വത്തുക്കളുടെയൊക്കെ അനുഭവം ഈ സമയത്തുണ്ടാകാം. പൊതുവെ ഒരു ഭാഗ്യാനുഭവം ഉണ്ടാകാവുന്ന സ്ഥിതിയാണ് കാണുന്നത്. കാരണം ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു, അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയവും കൂടെയാണ്. അതുപോലെ ജീവിത പങ്കാളി വഴിയൊക്കെ ഒരു നേട്ടം, അതുപോലെ ബിസിനസ് പാർട്ട്ണർഷിപ്പ് വഴിയൊക്കെ അതിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതുവഴിയുള്ളൊരു നേട്ടമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. കാരണം 7ാം ഭാവാധിപനായിട്ടുള്ള ആ ഗുരു ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയവും കൂടിയാണ്. അപ്പം അതേസമയം 12ാം ഭാവത്തിൽ 2ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ 15 വരെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ 2ാം ഭാവാധിപൻ 12ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സുഖക്കുറവ്, പ്രത്യേകിച്ച് ഒരു ആലസ്യം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 12ാം ഭാവാധിപനായിട്ടുള്ള ബുധനും ജന്മരാശി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇത്തിരി ചെലവ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ശുക്രൻ സുഖസ്ഥാനാധിപനാണ്. ഇപ്പോൾ ശുക്രൻ 11ാം ഭാവത്തിൻ്റെ 3ലാണ് വരുന്നത് കൊണ്ട് യാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നു. അതുപോലെ ബിസിനസ്സുകാർക്ക്, അതുപോലെ ഈ ജുവലറി ആയിട്ട് ബന്ധപ്പെട്ട അത്തരം ബിസിനസ്സുകാർക്ക്, അതുപോലെ ഈ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഡീൽ ചെയ്യുന്നവർക്ക്, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, അതുപോലെ ബ്രാൻഡഡ് ക്ലോത്ത്സുകൾ, വെഹിക്കിൾസ്, ലക്ഷറി ഐറ്റംസ് ഇവയൊക്കെ ഡീൽ ചെയ്യുന്നവർക്ക്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക്, അവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ്. അതുപോലെ കലാകാരന്മാർക്ക്, പെർഫോമൻസ് ആർട്ടിസ്റ്റുകൾക്ക്, പ്രത്യേകിച്ച് ഡാൻസേഴ്സ്, സിംഗേഴ്സ്, മ്യൂസീഷ്യൻസ്, ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, ഇവർക്കൊക്കെ അവരുടെ മേഖലയിൽ ശോഭിക്കാൻ കഴിയുന്ന സമയമാണ്. ഭൗതിക സുഖം ഉണ്ടാകുന്ന സമയം എന്ന് പറയാം. വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്കും പഠന നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. ചിലർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ഉറക്കക്കുറവിനൊക്കെ സാധ്യതയുള്ള സമയമാണ്, പ്രത്യേകിച്ച് ജൂലൈ 16 വരെ. മറ്റുള്ളവരെ സഹായിക്കുന്നതിനും അവരുടെ സഹായം ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ധനം ചെലവ് ചെയ്യുന്നതിൽ വളരെ കെയർ വേണം. തൊഴിലന്വേഷണമൊക്കെ ശക്തമാകും. തൊഴിലെടുത്ത പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും സാധ്യതയുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.